കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അബിയും ജാനകിയും വല്ലാത്ത ധർമ്മ സങ്കടത്തിലാണ്. ഒരു പക്ഷെങ്കിൽ ആ കല്യാണ സമയത്തെങ്ങാനും ഇനിയിപ്പം അജയെ കാലു വാരുവോ പറയാൻ പറ്റില്ല. അവനെങ്ങാനും ഇനിയിപ്പം നിരഞ്ജനയെ കൊണ്ട് കടന്നു കളയോ എന്നൊരു ചിന്തയൊക്കെ രണ്ടുപേരുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അബി ഇതിനെക്കുറിച്ച് ആന്റിയോട് പറയുകയും ചെയ്തു. ഇനിയും നമുക്ക് സമയമുണ്ട്. ഒരു പക്ഷെങ്കിൽ അജയുടെ മനസ്സിൽ ഇനിയിപ്പം നിരഞ്ജന മാത്രമാണെങ്കിൽ അവനവളെ വിവാഹം കഴിക്കട്ടെ, എന്തിനാ അവനെ നിർബന്ധിച്ചിട്ട് ഈ അപർണയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ചോദിക്കാം. പക്ഷെങ്കിൽ ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അബി, എനിക്ക് വാക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. അജയ് ഒരു കാരണവശാലും അജയുടെ മനസ്സിൽ ഇനിയിപ്പം നിരഞ്ജന ഉണ്ടാവത്തില്ല, അപർണ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട അബിയേട്ടാ, അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നീട് കാണിക്കുന്ന വല്ലാത്ത ടെൻഷനായിട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് നിരഞ്ജന. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്ന് ഹൽദി ചടങ്ങിനുണ്ടായ സംഭവങ്ങളൊക്കെയാണ് നിരഞ്ജന മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഒരു പക്ഷേങ്കില് തൻ്റെ ആയിരുന്നു ഹൽദി നടക്കേണ്ടിയിരുന്നത് ആ സമയത്താണ്. എന്നാലും കുഴപ്പമില്ല, തൻ്റെ മുഖത്താണല്ലോ ആദ്യം മഞ്ഞൾ തേച്ച അജയ്. ആ ഒരു സന്തോഷം നിരഞ്ജനയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ശരി, അജയനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ മരണത്തോടെ ആയിരിക്കും അത് അങ്ങനെയൊക്കെ സാധിക്കുന്നത്. ഒരു കാരണവശാലും ഇല്ലെങ്കിൽ അവനെ താൻ വിട്ടുകൊടുക്കത്തില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്താണ് ഹേമ അങ്ങോട്ട് കയറി വരുന്നത്. ഹേമ എന്നിട്ട് എന്താ മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ഇതേ എഴുന്നേറ്റ് പോയി ഡ്രസ്സെങ്കിലും ഒന്ന് മാറാൻ പറയണം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം, അമ്മ ഒന്ന് പോകാൻ പറയണം. ഇതേ എന്താ മോളെ വന്നപ്പോ തൊട്ട് ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നതാണല്ലോ, നിനക്കിത് എന്ത് പറ്റി? നിനക്കറിയാവുന്ന കാര്യമല്ലേ. അജയനെ ഇനി വിട്ടുകൊടുത്തേക്ക്. അജയ് അപർണയും കൂടെ വിവാഹം കഴിക്കാൻ പോകുന്നവരാ. ഇനിയിപ്പൊ നീ എന്തിനാ അവരുടെ ഇടയ്ക്കിലേക്ക് പോയി തലയിടുന്നേ? അല്ലെങ്കിലും നീ അതിന്റെ ആവശ്യമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതെല്ലാം മറക്കും, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാ പറയണേ, അജയനെ അവന്റെ വഴിക്ക് വിട്ടേക്കാൻ പറയണം. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, അമ്മ എന്ത് ഈസി ആയിട്ടാ ഈ കാര്യങ്ങളൊക്കെ പറയണേ. അമ്മയ്ക്ക് അത് പറയാൻ പറ്റും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്കൊരു കാരണവശാലും അജയനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ലെന്ന് പറയാം. ഈ സമയം ഹേമ വെച്ച് നീ എന്ത് ചെയ്യാനാ പോന്നേ? അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടല്ലോ, അപർണയുടെ കഴുത്തിൽ അജയ് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിരഞ്ജനയ്ക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നെ കൂടുതലായും പഠിപ്പിക്കാനും വരണ്ട. പിന്നെ ഇതിനെല്ലാം കാരണക്കാൻ ആരാന്നറിയാലോ, എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളാ. അച്ഛൻ ഒരു പക്ഷെങ്കിൽ നേരത്തെ ഒന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് കണ്ണടക്കി വരുന്നെങ്കിൽ, അല്ലെങ്കിൽ അജയനെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരുമായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അച്ഛന്റെ ഈഗോ സമ്മതിച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ടെന്നിട്ട് അച്ഛൻ എന്നിട്ട് ഇതുകൊണ്ട് എന്താ നേടിയത്? അച്ഛൻ എന്നെ കുറ്റം പറയാൻ മാത്രം അറിയാം, അല്ലാതെ എന്തെങ്കിലും അച്ഛൻ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. മോളെ ഈ സമയത്ത് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നീ ആ വിഷയം വിട്. പറഞ്ഞല്ലോ, ഇനിയിപ്പൊ അവരുടെ ജീവിതത്തിലേക്ക് നീ ചെല്ലണ്ട. ഒരു പക്ഷെങ്കിൽ അത് നിന്റെ ദോഷമായിരിക്കും സംഭവിക്കുന്ന പറയാ. അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. എന്റെ കാര്യം തീരുമാനിക്കാനായിട്ട് എനിക്കറിയാം. എന്നെ കുറച്ച് സമയത്തിന് വെറുതെ വിട്ടാൽ മതി. അമ്മ അമ്മയുടെ പണി എന്നാച്ചോ നോക്ക് എന്ന് പറഞ്ഞ് നിരഞ്ജന ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം. ഹേമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് അജയ് അതിനേക്കാളും വലിയ ടെൻഷനായിരുന്നു. അജയ്ക്കാണെങ്കിലോ ഇന്ന് അവിടെ നിരഞ്ജന വന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുള്ളതെന്ന് അറിയാം. ഒരു പക്ഷേങ്കിൽ നിരഞ്ജന രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. അവൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. അവളുടെ മനസ്സ് നല്ല വിഷമമുണ്ട്. ഒരു പക്ഷേങ്കിൽ തന്റെ വിവാഹം മുടക്കാനായിട്ട് എന്തോ അവൾ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും താന്? അങ്ങനെ അവർക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അബിയും ജാനകിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അജയ് ചോദിച്ച് എന്താ ജാനി അടുത്തി എന്താന്ന് ചോദിക്കണം. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയാ. എന്താ? ഈ സമയത്ത് അബി ചോദിച്ചു, സത്യം പറ, നീയാണോ നിരഞ്ജനെ ആ ഹൽദിക്ക് ക്ഷണിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് പറഞ്ഞില്ല, ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല, ഞാനത് ജാനിയടുത്തോട് പറഞ്ഞാണല്ലോ, ഞാൻ ക്ഷണിച്ചിട്ടല്ല അവള് വന്നത്, അപർണ വിളിച്ചിട്ട് അവള് വന്നിരിക്കുന്നു പറയാം. ഇത് കേട്ടത് അബി പറഞ്ഞു, നിനക്ക് ഇനിയും സമയമുണ്ട് അജയ്, അവളെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമെങ്കിൽ നീ നിരഞ്ജനെ വിവാഹം കഴിച്ചോ. അപർണനെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കണം. ഒരു പക്ഷേങ്കിൽ കല്യാണത്തിന് മുഹൂർത്തത്തിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അറിയാലോ, പിന്നെ വിശ്വനാഥൻ തമ്മി വെറുതെ ഇരിക്കത്തില്ല. രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത ഇരട്ടിക്കത്തോളൂ. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ പറയണേ. എന്തേലും ഉണ്ടെങ്കിൽ ഇപ്പൊ തുറന്നങ്ങോട്ട് പറഞ്ഞേരെ. ഒരു പക്ഷേങ്കിൽ നിനക്ക് നിരഞ്ജനെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും താല്പര്യമാണെന്ന് ചോദിക്കുക. പെട്ടെന്ന് അവനൊന്നും മിണ്ടിയില്ല. ഈ സമയം ജാനകി പറഞ്ഞു, എന്താ ജീനി മിണ്ടായിരിക്കുന്നേ? തുറന്നു പറ, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, നിന്റെ മനസ്സിലുള്ള കാര്യം എന്താ തുറന്നു പറ. ഇനിയിപ്പൊ നീ ഇത് മൂടി വെച്ചിട്ട് ആ കൃത്യസമയത്ത് തന്നെ ഞങ്ങളെല്ലാം പറ്റിച്ചിട്ട് ഇവിടുന്ന് കടന്നു കളയാൻ എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, പിന്നെ ഈ ജാനകിയും അവ ഇവിടെ കാണത്തില്ല. അത് നിനക്ക് തരുന്ന വാക്കാന്ന് പറയണം. ഒരിക്കലും പിന്നെ നിന്റെ ഏട്ടത്തിന് നീ കാണത്തില്ലെന്ന് പറയാം. എനിക്ക് കേട്ടത് അവൻ പറഞ്ഞു, എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ നിനക്ക് വാക്ക് തന്നല്ലേ, ഞാൻ ഒരു കാരണവശാലും നിരഞ്ജനെ ഒപ്പം കൂട്ടില്ല, ഞാൻ അപർണയുടെ കഴുത്തിലെ താലി ആർത്തോളന്ന്. ഇതൊക്കെ നീ ഇപ്പൊ പറയും, പക്ഷെ നിന്റെ മനസ്സ് കണ്ട് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നേ. നീ ഇവിടെ എങ്ങും അല്ല, നിന്റെ മനസ്സിൽ ഇപ്പോഴും നിരഞ്ജന തന്നെയാ.
അല്ലെങ്കിൽ തന്നെ അവൾ എന്ത് ധൈര്യത്തിന് ഇന്ന് ഇങ്ങോട്ട് ഹൽദിക്ക് വന്നേ? ഒരു പക്ഷേങ്കിൽ അവൾ എല്ലാരും വെല്ലുവിളിച്ച രീതിയിലാണ് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അവൾ അത്രത്തോളം ധൈര്യത്തിന് വരണമെങ്കിൽ നിന്റെ ഒരു ഉറപ്പുണ്ടായിരിക്കും അവൾക്ക്. അവളുടെ ഉള്ളിൽ നീ അവളെ സ്വീകരിക്കും, അല്ലെങ്കിൽ നീ അവളെ കല്യാണം കഴിക്കും, ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടല്ല അവളും കൂടെ കടന്നു വന്നേ. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവളും കൂടെ വരത്തില്ല. നിന്റെ മനസ്സ് അവൾക്ക് നന്നായിട്ടറിയാം. അവസാന നിമിഷത്തിലെങ്കിലും അവളെ നീ സ്വീകരിക്കുമെന്ന് അവളുടെ മനസ്സിലുണ്ട്. അതാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവളെ മാക്സിമം പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ച, പക്ഷെ അതൊന്നും അവൾ കൂട്ടാക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടത് അഭി പറഞ്ഞു, അജയ് നീ വേണം ഇതൊക്കെ പറഞ്ഞ് തിരുത്താനായിട്ട്. അവളെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ഒരു പക്ഷേങ്കിൽ നീ അവളോട് തർപ്പിച്ച് പറയാത്തോണ്ടാ. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, ഇത് കൂടുതൽ എങ്ങനെയാട്ടോ ഞാനവളോട് സംസാരിക്കുന്നേ? പറയാൻ പറ്റുന്ന പോലെ എല്ലാം പറഞ്ഞു, പക്ഷെ അവളൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. എല്ലാം എൻ്റെ കയ്യിലെ തെറ്റാ, ഞാൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാം. ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു, ഇനിയിപ്പം നീ അതോർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട, വരാനുള്ളത് വന്നു. ഇനിയിപ്പം ഉറപ്പാണല്ലോ നീ അപർണയുടെ കഴുത്തിൽ തന്നെ ചാലി അടത്തില്ലേ? അങ്ങനെ എങ്ങാനും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അറിയാലോ, ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ പിന്നീട് ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, വിശ്വനാഥൻ തമ്മിൽ വെറുതെ ഇരിക്കാനും പോകുന്നില്ല, ഒരു കുരുതിക്കളമായിട്ട് മാറും. അത് വേണോ അജയ്? നീ തന്നെ തീരുമാനം എടുക്കുക. ഇപ്പോഴും അവസാന വാക്കുന്നോളം പറയുകയെന്ന് പറയാം. പക്ഷേങ്കിൽ അജയ് പറഞ്ഞു, അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അജയ് അവരെ മടക്കി അയക്കുക. പക്ഷെ എന്നാലും അജയ്ക്ക് അറിയില്ലായിരുന്നു നിരഞ്ജന വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോണേന്ന്. അവൾ ഇനിയിപ്പോൾ എന്താ പറയണേന്നും അറിയത്തില്ല. തന്റെ ജീവിതം തകർന്ന് തരിപ്പണമാവുന്നൊരു ചിന്തയൊക്കെ അജയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിലും അപർണ എന്നെ വിവാഹം കഴിക്കുന്നതോടുകൂടി അതിനൊരു തീരുമാനമാവും. ഇപ്പോഴും അപർണ തന്റെ മനസ്സിന്റെ ഒരു കോണി പോലും ഇല്ല, നിരഞ്ജനയാണ് ഉള്ളത്. പക്ഷെങ്കിൽ അത് ആരോടും തുറന്നു പറയാൻ പറ്റില്ല. ഇത്രയും വരെ കൊണ്ട് എത്തിച്ചിട്ട് ഇനിയിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥമില്ല. ഈ സമയത്ത് ഉണ്ണിത്താൻ എന്ത് ചെയ്യുവാണ്? നേരെ നിരഞ്ജനയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ഹേമയും കൂടെ ആ കൂടെ ചെന്നു. അപ്പൊ നിരഞ്ജന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നിരഞ്ജന എന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇനിയെങ്കിലും ഈ അജയനെ മനസ്സിൽ നിന്ന് കള. എന്ന് ഒരു കാര്യം ചെയ്യാം, അമേരിക്കയ്ക്ക് തന്നെ പോയേക്കാം. അതിന് വേണ്ട സെറ്റപ്പുകളൊക്കെ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു, അതെ അച്ഛൻ അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അച്ഛൻ ആ മോഹം അങ്ങോട്ട് മുളയിലെ അങ്ങ് ഉള്ളിക്കളഞ്ഞേക്കാൻ പറയാം. എന്റെ മനസ്സിൽ നിന്ന് അജയനെ ഒരിക്കലും ഞാൻ നടത്തി മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അജയുടെ ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജീവിതം ഇല്ലെന്ന് പറയാം. ഇത് കേട്ടോ ഉണ്ടാൻ പറഞ്ഞു, നീ എന്തൊക്കെയാ നിരഞ്ജന പറയണേ? നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കും. നന്നായിട്ട് ആലോചിച്ച് ഞാൻ എടുത്ത തീരുമാനമാണ്. എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു അജയ്, ആ ആഗ്രഹമാണ് നിങ്ങൾ എല്ലാവരും കൂടി തല്ലിക്കെടുത്ത് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നെങ്കിൽ നിരഞ്ജനയുടെ ജീവിതം അജയുടെ ഒപ്പം, അല്ലെങ്കിൽ എൻ്റെ മരണമായിരിക്കും അന്ന് അവൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നടക്കണമെന്ന് പറയാം. ഇത് കേട്ടോ ഉണ്ണിത്താൻ പറഞ്ഞു, ആഹാ നിനക്ക് അത്രയ്ക്കും അഹങ്കാരമാണോ? എന്നാൽ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നീ അജയനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അന്നത്തെ ദിവസം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ നീ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലല്ലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയാം. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, അല്ല വാശിയാണോ അച്ഛനെന്ന് ചോദിക്കാം. വാശി തന്നെയാ. ഇത് കേട്ടപ്പോൾ നിരഞ്ജന, ആഹാ അങ്ങനെയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ. ഈ വാശിയുള്ള അച്ഛനും മോള് തന്നെയാണ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. ഈ നിരഞ്ജന അവിടെ പോയിരിക്കും, അജയ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന കൂടെ എഴുന്നേറ്റ് പോവാ. ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഹേമ ഉണ്ണിത്താനും കൂടെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.